ഇനി നമുക്ക് ഭഗവാന്റെ അലങ്കാരം പറയണ്ടേ. ഭഗവാന് മാത്രമല്ല, ഭഗവതിയമ്മയും അയ്യപ്പനും ഗണപതിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അലങ്കാരം പറയണത് കേൾക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ പറയാട്ടോ. ഭഗവാൻ ഇന്നലെ ചെറിയൊരു ഉണ്ണിക്കണ്ണനാണ്. ഇനി മലർന്ന് കിടക്കാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, അതേപോലെയാണ് ആലിലേ കിടക്കുന്ന ആലിലക്കണ്ണനായിട്ട്. ആലില ചാർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ അതിൽ കിടക്കുന്ന ഭഗവാന്റെ ആ ഒരു ഭാവം അതെങ്ങനെയാണോ അതേമാതിരിയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ ആ വലത്തെ കാലുണ്ടല്ലോ, അതിങ്ങനെ ചുണ്ടോട് രണ്ട് കൈ കൊണ്ടും കൊണ്ടുപോയിരിക്കുക, എന്നിട്ട് ആ വിരൽ കുടിക്കുന്ന ആ ഒരു ഭാവം അതായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടാണ് അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു കുഞ്ഞികൃഷ്ണൻ അവിടെ കിടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. അതേപോലെ തന്നെ തോന്നുന്നെങ്കിൽ അത്ര ഭംഗിയായിട്ട് അത് ചാർത്തിയിട്ടുണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അത് ചാർത്തിയവർക്കും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ സാധിക്കുന്നത് കേട്ടോ. എന്തായാലും ഭഗവാനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കിടക്കുന്നതായിട്ട് തന്നെയാണ് തോന്നുക, വാരിപ്പോയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. അത്രയുമേൽ മനോഹരമായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം ഒരേപോലത്തെയാണ്. നന്ദ്യാർവട്ടം കോർത്തിട്ട് നടുവിൽ കുറച്ച് തെച്ചി, ഇതേപോലെ തന്നെ രണ്ടാമത്തെ തിരുമുടിമാല. 3ാമത്തെ തിരുമുടിമാലയിലെ നന്ദ്യാർവട്ടമാണ്, അതിന് നടുക്ക് കുറച്ച് തുളസിയുണ്ട്, കുറച്ച് പച്ച നിറം കാണാം. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. ആദ്യത്തെ ഉണ്ടമാല ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് ചുവപ്പും വെള്ളയും കൂടി ഇങ്ങനെ മിക്സാണ്. അതായത് ചുവപ്പിൽ നിറയെ ഇങ്ങനെ വെളുത്ത പൂക്കൾ ഇങ്ങനെ വാരി വിതറിയ പോലെ അങ്ങനെയായിരുന്നു കേട്ടോ, കുത്തുകുത്തുകൾ പോലെ ആയിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാല നന്ദ്യാർവട്ടവും തുളസിയും കൂടെ ഇടകലർന്നിട്ടില്ല. ആദ്യം നന്ദ്യാർവട്ടം തുളസി, നന്ദ്യാർവട്ടം തുളസി, അങ്ങനെയാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് നടുക്കാണ് ഭഗവാൻ. നെറ്റിയിലൊരു ഗോപിതിലകുണ്ട്, കാതുപൂക്കളുണ്ട്, മുഖത്തേക്ക് ആ പുഞ്ചിരി, കുഞ്ഞു പുഞ്ചിരി ഇങ്ങനെ, അത് ശ്രദ്ധിച്ചു നോക്കിയാലാണ് ആ ഭാവം നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയുള്ളൂ. ആ കുഞ്ഞു കാൽവിരൽ ഇങ്ങനെ ഉണ്ണുന്ന രീതിയിലായിരുന്നു, കുടിക്കുന്ന രീതിയിലായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 2 തിലകം തോളുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞു ദേഹമായതുകൊണ്ട് ഇതൊക്കെ വളരെ അടുത്തടുത്തായിട്ടാണ് തോന്നുക. ആ വയറിൻ്റെ ഭാഗത്തായിട്ടും ഒരു തിലകുണ്ട്. കൈവളകളും തോൾവളകളും ഇന്നലെ കാണാനായിട്ട് സാധിച്ചില്ല, എന്തോ കണ്ണിൽ പെടാഞ്ഞിട്ടായിരിക്കും. കാൽത്തളയും ഇന്നലെ കണ്ടില്ല കേട്ടോ. അരയിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാനുണ്ട്, പട്ടുകോണൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ടുണ്ട്. ആ കുഞ്ഞി കാലുകൾ, ഈ കാല് കുടിക്കുമ്പോൾ നിവർത്തിയിട്ടൊന്നുമല്ലോ കിടക്കുക, ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ടൊക്കെയാണല്ലോ കിടക്കുക. അപ്പം അതേ രീതിയിൽ തന്നെയാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. ഭഗവാന്റെ അത്രമേൽ മാധുര്യമാർന്ന പാദം ഭഗവാൻ തന്നെ ഇങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാദങ്ങളിൽ തന്നെ ശരണം പ്രാപിക്കാനാണ് നമ്മുടെ അടുത്തും ഭഗവാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാവരും ഭഗവാന്റെ ആ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചോളൂ. എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ആ കുഞ്ഞുണ്ണികൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും മാറ്റി തരുന്നതായിരിക്കും കേട്ടോ. ഗുരുവായൂരപ്പനെ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.